ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ യൂണിറ്റായ സോങ്സ് ഓഫ് ദ സെൽഫിലെ ആദ്യത്തെ ചാപ്റ്ററായ ബിലോവഡ് ബോളസ് ബൈ മാക്സിം ഗോർക്കി എന്ന ഭാഗമാണ്. ഇതുവരെയുള്ള ചാപ്റ്റർ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ സീൻ സംവൺ സിറ്റിംഗ് അലോൺ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലോസ്റ്റ് ഇൻ ഡീപ് തോട്ട്, വളരെയധികം ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളങ്ങനെ? യു മൈറ്റ് ഹാവ് വണ്ടേർഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻ ദെയർ മൈൻഡ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. വണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടാവാം. എന്താണ് അവരുടെ മനസ്സിൽ, അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവാം. യു മൈറ്റ് ഹാവ് ഈവൻ ജഡ്ജ് ദം. നിങ്ങൾ പലപ്പോഴും അവരെന്താക്കിയിട്ടുണ്ടാവാം, ജഡ്ജ് ചെയ്തിട്ടും ഉണ്ടാവാം. ഡു യു തിങ്ക് യുവർ ജഡ്ജ്മെൻറ്റ് വേർഡ് റൈറ്റ്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ റൈറ്റ് ആണ്, ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Let's read a story by Maxim Gorky that invites us to enter the quiet world of a human mind seeking connection. നമുക്ക് മാക്സിം ഗോർക്കിയുടെ ഒരു സ്റ്റോറി വായിക്കാം. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യ മനസ്സിൻ്റെ അഥവാ ഒരു സീക്കിംഗ് കണക്ഷൻ, ഒരു കണക്ഷൻ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ തികച്ചും ഒരു ക്വയറ്റായിട്ടുള്ള ശാന്തമായ ഒരു ലോകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അവർ സ്റ്റോറി. An acquaintance of mine once told me this story. Acquaintance എന്ന് പറഞ്ഞാൽ പരിചയക്കാരൻ, സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞ സ്റ്റോറിയാണിത്. When I was a student at Moscow, I happened to live alongside a Polish woman, Teresa by name. ഞാൻ മോസ്കോയിൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഐ ഹാപ്പൻ ടു ലീവ് അലോങ് സൈഡ് എ പോളിഷ് വുമൻ. ഐ ഹാപ്പൻ ടു ലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കാനിടയായി. അലോങ് സൈഡ് എ പോളിഷ് വുമൻ, ഒരു പോളിഷ് വുമൻ്റെ അടുത്ത് താമസിക്കാനിടയായി. തെരേസ ബൈ നെയിം, ആ പോളിഷ് വുമൻ്റെ പേരാണ് തെരേസ. ഷി വാസ് ടോൾ ആൻഡ് സ്ട്രോങ്. അവർ വളരെ നീളമുള്ളതും അതേപോലെ സ്ട്രോങ്ങും കരുത്തയുമായിരുന്നു. വിത്ത് ബുഷി ബ്ലാക്ക് ഐബ്രോസ്, ഡാർക്ക് ബ്രൗൺ ഹെയർ ആൻഡ് എ ലാർജ് കോഴ്സ് ഫേസ്. അവരുടെ ഐബ്രോസ്, അവരുടെ പുരികങ്ങൾ എന്ന് പറയുന്നത് ബുഷി ബ്ലാക്ക് ആയിരുന്നു, അഥവാ കറുത്ത ബുഷ് ചെടിയെ പോലെ ഇങ്ങനെയുള്ള ഇടതൂർന്ന പുരികങ്ങളായിരുന്നു. ഡാർക്ക് ബ്രൗൺ ഹെയർ, അവരുടെ മുടി എന്ന് പറയുന്നത് കറുത്ത ബ്രൗൺ കളറിലുള്ള മുടിയായിരുന്നു. ആൻഡ് എ ലാർജ് കോഴ്സ് ഫേസ്, അവരുടെ മുഖം എന്ന് പറയുന്നത് വളരെ പരുപരുത്തതായിരുന്നു. കോഴ്സ് എന്ന് പറഞ്ഞാൽ പരുപരുത്തതായിരുന്നു. ദ ഗ്ലീം ഓഫ് ഹെർ ഡാർക്ക് ഐസ്, അവളുടെ കറുത്ത കണ്ണിൻ്റെ ഗ്ലീം, തിളക്കം. ഹെർ തിക്ക് ബാസ് വോയിസ്, അവളുടെ തിക്ക് ബാസ് വോയിസ് എന്ന് പറഞ്ഞാൽ പരുത്ത അല്ലെങ്കിൽ പൗരുഷം തോന്നിക്കുന്ന ശബ്ദം. ആൻഡ് ഹെർ മസ്കുലർ വിഗർ, അവളുടെ മസ്കുലർ, ഒരു പുരുഷൻ്റേതെന്ന പോലെ തോന്നിക്കുന്ന വിഗർ, അവളുടെ ആക്റ്റീവ്നെസ്. ഓക്കെ, ഹോറിഫൈഡ് മീ, എന്നെ ഭയപ്പെടുത്തിയിരുന്നു. ഐ ലീവ്ഡ് ഓൺ ദ ടോപ്പ് ഫ്ലോർ ആൻഡ് ഹെർ റൂം വാസ് ഓപ്പോസിറ്റ് മൈൻ. ഞാൻ ആ ഫ്ലോറിൻ്റെ ടോപ്പിലായിരുന്നു, മുകളിലായിരുന്നു. ആൻഡ് അവരുടെ റൂം എന്ന് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്തുള്ള ഒരു പോളിഷ് വുമൻ്റെ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വളരെ ബുഷി ബ്ലാക്ക് ഐബ്രോസ് ഉള്ള, നീളമുള്ള, ഡാർക്ക് ബ്രൗൺ ഹെയർ ഒക്കെയുള്ള, പരിപരുത്ത മുഖമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതേപോലെ ഒരു ആണിൻ്റേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആക്റ്റീവ്നെസ്സും അവരുടെ ഗൗരവമേറിയുള്ള ശബ്ദമൊക്കെ എന്നെ പേടിപ്പിച്ചിരുന്നു, ഭയപ്പെടുത്തിയിരുന്നു. ഐ നെവർ ലെഫ്റ്റ് മൈ ഡോർ ഓപ്പൺ വെൻ ഐ ന്യൂ ഹെർ ടു ബി അറ്റ് ഹോം. അവൾ വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാറില്ല, എൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് വെക്കാറില്ല. സംടൈംസ് ഐ ചാൻസ് ടു മീറ്റ് ഹെർ ഓൺ ദ സ്റ്റെയർ കേസ് ഓർ ഇൻ ദി യാർഡ്. ചില സമയത്തൊക്കെ ഞാൻ അവളെ സ്റ്റെയർ കേസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മുറ്റത്ത് വെച്ചിട്ടൊക്കെ കാണാറുണ്ട്. ആൻഡ് ഷീ വുഡ് സ്മൈൽ അറ്റ് മീ, അപ്പോഴൊക്കെ അവൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. ഒക്കേഷണലി ഐ സോ ഹെർ ഡ്രങ്ക്, പലപ്പോഴും ഞാൻ അവളെ കുടിച്ചിട്ട് അഥവാ മദ്യപിച്ച നിലയിൽ കാണാറുണ്ട്. വിത്ത് ബ്ലേറി ഐസ്, അവളുടെ മങ്ങിയ കണ്ണുകളോടുകൂടെ. ആൻഡ് ടൗസിൽഡ് ഹെയർ, അവളുടെ ഹെയർ എന്ന് പറയുന്നത് ടൗസിൽഡ് അഥവാ ഇങ്ങനെ പാറി പരതി മുടിയൊന്നും കെട്ടിയിടാത്ത, ഇങ്ങനെ ഉലഞ്ഞ അഥവാ അലമ്പായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആണ് ഉണ്ടാവാറ്. ഓൺ സച്ച് ഒക്കേഷൻസ് ഷീ വുഡ് സ്പീക്ക് ടു മീ, ചില സന്ദർഭങ്ങളിലൊക്കെ അവൾ എന്നോട് സംസാരിക്കാറുണ്ട്. ഹൗ ഡു യു ഡു മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷീ വുഡ് സേ വിത്ത് എ സ്റ്റുപ്പിഡ് ലാഫ്. ഹൗ ഡു യു ഡു മിസ്റ്റർ സ്റ്റുഡൻറ്റ്, നീ എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് സുഖമാണോ, ഇങ്ങനെയൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. വിത്ത് എ സ്റ്റുപ്പിഡ് ലാഫ്, ഒരു അവിവേകമായ ഒരു ചിരിയോടുകൂടെ. ഐ ഷുഡ് ഹാവ് ലൈക്ക് ടു ചേഞ്ച് മൈ ക്വാർട്ടേഴ്സ്, അപ്പോൾ എനിക്ക് തോന്നും എൻ്റെ ഈ ക്വാർട്ടേഴ്സ് മാറിയാലോ, ചേഞ്ച് ചെയ്താലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ബട്ട് മൈ ലിറ്റിൽ ചേംബർ വാസ് എ നൈസ് വൺ, പക്ഷേ എൻ്റെ ഒരു ചെറിയ മുറി നല്ലൊരു പ്ലേസാണ്, എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലമാണിത്. ദർ വാസ് സച്ച് എ വൈഡ് വ്യൂ ഫ്രം ദ വിൻഡോ ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് സോ ക്വയറ്റ് ഇൻ ദ സ്ട്രീറ്റ് ബിലോ, സോ ഐ എൻജോയ്ഡ്. പക്ഷേ ഈ വിൻഡോൻ്റെ സൈഡിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് പുറത്ത്. സ്ട്രീറ്റൊക്കെ ഭയങ്കര ക്വയറ്റായിട്ട് ശാന്തമായൊരു അന്തരീക്ഷമാണ്, അതുകൊണ്ട് ഞാൻ സഹിക്കുന്നു. ഐ എൻജോയ്ഡ്, ഞാൻ സഹിക്കുന്നു. വൺ മോർണിംഗ് ഐ വാസ് സ്പ്രോളിംഗ് ഓൺ മൈ കൗച്ച്. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ കൗച്ചിൽ, സോഫയിൽ ഇങ്ങനെ സ്പ്രോളിംഗ്, മലർന്ന് കിടക്കുമായിരുന്നു.
ട്രൈങ് ടു ഫൈൻഡ് സം സോർട്ട് ഓഫ് എക്സ്ക്യൂസ് ഫോർ നോട്ട് അറ്റൻഡിങ് മൈ ക്ലാസ്. അന്ന് ക്ലാസ്സിൽ പോവാതിരിക്കാൻ വേണ്ടി, ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോ കാരണം അങ്ങനെ കണ്ടെത്തി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട്, അഥവാ കൗച്ചിൽ ഇങ്ങനെ സ്ക്രോളിങ് മറന്ന് കിടക്കുകയാണ്, ഓരോ കാരണം ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ദ ഡോർ ഓപ്പൺഡ്. അപ്പോൾ വാതിൽ തുറന്നു. ആൻഡ് തെരേസാസ് ബാസ് വോയിസ് റിസൗണ്ടഡ്. അപ്പോൾ തെരേസയുടെ ബാസ് വോയിസ്, ആ വലിയ ശബ്ദം മുഴങ്ങി. റിസൗണ്ടഡ് മുഴങ്ങി അഥവാ എക്കോ, പ്രതിധ്വനിച്ചു. ഗുഡ് ഹെൽത്ത് ടു യു മിസ്റ്റർ സ്റ്റുഡൻറ്റ്. അപ്പോൾ തെരേസ പറയാണ്, നിനക്ക് നല്ല ആരോഗ്യം നേരുന്നു മിസ്റ്റർ സ്റ്റുഡൻറ്റ്. വാട്ട് ഡു യു വോണ്ട് ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ഐ സോ ദാറ്റ് ഷി വാസ് കൺഫ്യൂസ്ഡ്. അവളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട്, ആശയക്കുഴപ്പത്തിലായിട്ട് ഞാൻ അവളെ കണ്ടു. ദിസ് വാസ് വെരി അൺയൂഷ്വൽ ഫോർ ഹെർ. ഇത് അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണമായ കാര്യമാണ്. സാധാരണ ഞാൻ അവളെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണാറില്ല. സർ, ഐ വോണ്ട് ടു ബെഗ് എ ഫേവർ ഓഫ് യു, വിൽ യു ഗ്രാൻഡ് ഇറ്റ്? സർ, എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു സഹായം വേണം. വിൽ യു ഗ്രാൻഡ് ഇറ്റ്? നിങ്ങളത് അനുവദിക്കുമോ? ഐ ലേ ദ സൈലൻറ്റ്. ഞാൻ അവിടെ സൈലൻ്റ് ആയിട്ട് കിടന്നു. ഐ വോണ്ട് ടു സെൻഡ് എ ലെറ്റർ ഹോം, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്, ഷീ സെഡ്. അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിലേക്കൊരു കത്തയക്കണം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഹെർ വോയിസ് വാസ് ബെസീച്ചിങ്, സോഫ്റ്റ്, ടിമിഡ്. അവരുടെ വോയിസ് എന്ന് പറയുന്നത്, ബെസീച്ചിങ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റിംഗ് രീതിയിലായിരുന്നു, റിക്വസ്റ്റ് ചെയ്യുക. ബെസീച്ചിങ് ആയിരുന്നു, സോഫ്റ്റ് ആയിരുന്നു, അതേപോലെ ടിമിഡ് അഥവാ കുറച്ച് ഭയം തോന്നുന്ന രീതിയിൽ ഉള്ളതായിരുന്നു. ഐ ജംപ്ഡ്. ഞാൻ ചാടി. സാറ്റ് ഡൗൺ അറ്റ് മൈ ടേബിൾ. എന്നിട്ട് ഞാൻ എൻ്റെ ടേബിളിലിരുന്നു. ടുക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ. എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തു. ആൻഡ് സെഡ്. എന്നിട്ട് പറഞ്ഞു, കം ഹിയർ, സിറ്റ് ഡൗൺ ആൻഡ് ഡിക്റ്റേറ്റ്. ഇവിടെ വരൂ, എന്നിട്ട് ഇവിടെ ഇരിക്കൂ, എന്നിട്ട് എനിക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞു. എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു. ഷി കെയിം, സാറ്റ് ഡൗൺ വെരി ജിഞ്ചർലി ഓൺ എ ചെയർ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വിത്ത് എ ഗിൽറ്റി ലുക്ക്. എന്നിട്ട് അവൾ വന്ന് ചെയറിലിരുന്നു. ജിഞ്ചർലി എന്ന് പറഞ്ഞാൽ വിനയത്തോടെ വന്നിരുന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വിത്ത് എ ഗിൽറ്റി ലുക്ക്. എന്നെ എന്നിട്ട് ഒരു ഖേദത്തോടു കൂടെ നോക്കി. വെൽ, ടു ഹൂം ഡു യു വോണ്ട് ടു റൈറ്റ്? അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി, ആർക്കാണ് കത്ത് എഴുതേണ്ടത്? ടു ബോൾസ്ലോവ് കാഷ്പുട്ട് ഇൻ ദ ടൗൺ ഓൺ ദ വാർസോ റോഡ്. അപ്പോൾ മറുപടി പറയാണ്, വാർസോ റോഡിലെ ബോൾസ്ലോവ് കാഷ്പുട്ടിനാണ് എഴുതേണ്ടത്. വെൽ, ഫയർ അവേ. ഫയർ അവേ എന്ന് പറഞ്ഞൊരു ഫ്രേസാണ്, വിച്ച് മീൻസ് ടു സ്പീക്ക് വിത്തൗട്ട് ഹെസിറ്റേഷൻ. ഒരു മടിയില്ലാതെ സംസാരിക്കുക. പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യൂ, എന്നാൽ തുടങ്ങിക്കോളൂ എന്നൊക്കെ അർത്ഥം. മൈ ഡിയർ ബോലസ്, മൈ ബിലോവഡ്, മൈ ഫെയ്ത്ത്ഫുൾ ലവർ, മേ ഗോഡ് പ്രൊട്ടക്ട് ദീ. അപ്പോൾ കത്തിൽ ഇങ്ങനെ എഴുതാണ്, മൈ ഡിയർ ബോലസ്, എൻ്റെ പ്രിയപ്പെട്ട ബോലസ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ വിശ്വസ്ത കാമുകനെ. മേ ഗോഡ് പ്രൊട്ടക്ട് ദീ. തീ എന്ന് പറഞ്ഞാൽ ഒരു പഴയ യൂസേജ് ആണ്, വിച്ച് മീൻസ് യു എന്നൊക്കെയാണ് അർത്ഥം. നിന്നെ ദൈവം സംരക്ഷിക്കട്ടെ. തോ ഹേർട്ട് ഓഫ് ഗോൾഡ്, ഹൃദയം അഥവാ സ്വർണത്തിൻ്റെ ഹൃദയമുള്ള നിന്നെ. വൈ ഹാസ് തോ നോട്ട് റിട്ടൺ ഫോർ സച്ച് എ ലോങ് ടൈം ടു ദീ സൊറോയിങ് ലിറ്റിൽ ഡോഗ് തെരേസ. നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം, ഒരു ലോങ് ടൈം, ഒരുപാട് കാലമായിട്ടും നിൻ്റെ ലിറ്റിൽ ഡോവ് ആയിട്ടുള്ള തെരേസയ്ക്ക് ഒരു കത്തും അയക്കാതിരുന്നത്? ലിറ്റിൽ ഡോവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാടപ്പക്ഷി, കുഞ്ഞു മാടപ്രാവ്. ഓക്കെ, അപ്പോൾ ദുഃഖിതനായിട്ടുള്ള നിൻ്റെ ഈ കുഞ്ഞു മാടപ്രാവിന് നീ എന്തേ ഇത്രയും കാലം കത്തൊന്നും അയച്ചില്ല എന്ന് ചോദിക്കുകയാണ്. ഐ വെരി നിയർലി ബേസ്റ്റ് ഔട്ട് ലാഫിങ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് പൊട്ടിച്ചിരിക്കാൻ വന്നു. എ സോറോയിങ് ലിറ്റിൽ ഡോഗ്, ദുഃഖിതനായ ഒരു കുഞ്ഞു മാടപ്രാവ് എന്നുള്ള ഒരു പ്രയോഗം. മോർ ദാൻ 5 feet ഓൾ, ഏകദേശം 5 അടിയേക്കാൾ ഉയരമുള്ള ഒരു സ്ത്രീയെ കുഞ്ഞ് മാടപ്രാവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കാൻ വന്നു. ശരിക്കും അവരുടെ രൂപം വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയോഗം അയാൾക്ക് ചിരി ഉണ്ടാക്കി. റിസ്ട്രെയിനിങ് മൈ സെൽഫ് സം ഹൗ ഐ ആസ്ക്ഡ്. എൻ്റെ സെൽഫിനെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തിയിട്ട്, കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ഹൂ ഈസ് ദിസ് ബോളസ്റ്റ്? ആരാണ് ഈ ബോളസ്റ്റ്? ബോളസ് മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷീ സെഡ്. അപ്പോൾ അവൾ പറഞ്ഞു, ബോളസ്റ്റ് അല്ല, ബോളസ് ആണ്. ആസിഫ് ഒഫൻഡഡ് വിത്ത് മീ ഫോർ ബ്ലണ്ടറിങ് ഓവർ ദ നെയിം, ഹീ ഈസ് ബോളസ് മൈ യങ് മാൻ. അപ്പോൾ ഞാൻ ഈ പേര്, ബോളസ് എന്നുള്ള പേര് ഞാൻ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തതിലുള്ളൊരു നീരസം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ബ്ലണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കെയർലെസ് ആയിട്ട് സംസാരിച്ചല്ലോ, കെയർലെസ് ആയിട്ട് ബൂലസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നീരസം അവരുടെ മുഖത്തുണ്ട്. ഹിയർസ് ബോലസ് മൈ യങ് മാൻ. അവർ ബോലസ് ആണ് എൻ്റെ യങ് മാൻ, എൻ്റെ ചെറുപ്പക്കാരൻ. യങ് മാൻ, ചെറുപ്പക്കാരനോ? അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, വൈ ആർ യു സോ സർപ്രൈസ്ഡ് സർ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഞെട്ടുന്നത്? കനോട്ട് ഐ എ ഗേൾ ഹാവ് എ യങ് മാൻ? എന്തേ, എനിക്ക് പറ്റൂലേ ഒരു ഗേളിന് ഇങ്ങനെ ഒരു യങ് ആയിട്ടുള്ള മാനെ പറ്റില്ലേ? ഷീ, എ ഗേൾ, വെൽ. സ്ത്രീയോ, ഗേൾ, വെൽ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ചിരിച്ചിട്ട് അവർ പറയാണ്, ഓ വൈ നോട്ട്? ഐ സെഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ഓ, എന്തുകൊണ്ട് സാധ്യമല്ല? എല്ലാ കാര്യവും സാധ്യമാണ്, പോസിബിളാണ്. ആൻഡ് ഹാസ് ഹീ ബീൻ യുവർ യങ് മാൻ ലോങ്? അപ്പോൾ എത്ര കാലമായിട്ട് ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, 6 years, 6 വർഷം. അവർ മറുപടി പറയാണ്, ഓ ഐ തോട്ട് വെൽ ലെറ്റ് us റൈറ്റ് യുവർ ലെറ്റർ. ഓ അത് ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ലെറ്റർ എഴുതാം അല്ലേ? അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ പറയാണ്,
ഐ താങ്ക് യു മോസ്റ്റ് ഹേർട്ടഡ്ലി സർ ഫോർ യുവർ കൈൻഡ് സർവീസസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോളിഷ് വുമൺ പറയാണ്, നിങ്ങളുടെ ഈ ഒരു സേവനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. സെഡ് തെരേസ ടു മീ. ആ ഒരു തെരേസ എന്നോട് പറഞ്ഞു. വൺ ഐ ഹാഡ് ഫിനിഷ്ഡ് റൈറ്റിംഗ്. ഞാൻ എൻ്റെ എഴുത്ത് ആ ഒരു റൈറ്റിംഗ് നിർത്തിയപ്പോൾ. പെർഹാപ്സ് കെൻ ഐ ബി ഓഫ് സർവീസ് ടു യു ഇൻ എനി വേ. അപ്പോൾ നിനക്ക് ഞാൻ എന്തെങ്കിലും സർവീസ് ചെയ്യേണ്ടതുണ്ടോ? ആ സ്ത്രീ തിരിച്ച് ചോദിച്ചു. നോ, ഐ മോസ്റ്റ് ഹംബ്ലി താങ്ക് യു ഓൾ ദ സെയിം. ഞാനും നിങ്ങളോട് തിരിച്ച് കടപ്പെട്ടിരിക്കുന്നു. നന്ദി, എനിക്ക് വേറെ ഹെൽപ്പൊന്നും വേണ്ട, അയാൾ പറയാണ്. കാരണം അത്രയും ഫ്രൈറ്റൻ ചെയ്യിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു ആ ഒരു പോളിഷ് വുമൻ്റെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആളൊരു പാവാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എനിക്കും താങ്ക്സ് ഉണ്ട് എന്ന് പറയാം. ഷി ഡിപ്പാർട്ടഡ്. അവൾ പോയി. എ വീക്ക് ഓർ ടു പാസ്റ്റ്. ഒരാഴ്ചയോ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കടന്നു പോയി. ഇറ്റ് വാസ് ഈവനിങ്. അതൊരു ഈവനിങ് ആയിരുന്നു. ഐ വാസ് സിറ്റിംഗ് അറ്റ് മൈ വിൻഡോ. ഞാൻ എൻ്റെ വിൻഡോയുടെ അരികെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഐ വാസ് ബോർഡ്. ഞാൻ ഭയങ്കര ബോറിങ്ങിലായിരുന്നു. ദ വെദർ വാസ് ഡേർട്ടി. വെദർ എന്തായിരുന്നു? ഡേർട്ടി, വൃത്തിഹീനമായിരുന്നു. ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഗോ ഔട്ട്. എനിക്ക് പുറത്ത് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് പോയില്ല. ദെൻ ദ ഡോർ ഓപ്പൺ. അപ്പോൾ ഡോർ എന്ത് ചെയ്തു? തുറന്നു. ഓപ്പൺ, തുറന്നു. ഹെവൻ ബി പ്രൈസ്ഡ്. അപ്പോൾ ദൈവത്തിന് സ്തുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമൺ കെയിം ഇൻ. ഒരാളിങ്ങോട്ട് അകത്തോട്ട് കയറി വന്നു. ഓ മിസ്റ്റർ സ്റ്റുഡൻറ്റ്, യു ഹാവ് നോ പ്രസിംഗ് ബിസിനസ് ഐ ഹോപ്പ്. ഓ മിസ്റ്റർ സ്റ്റുഡൻറ്റ്, നിനക്കിന്ന് വലിയ തിരക്കൊന്നുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറ്റ് വാസ് തെരേസ. അപ്പോൾ ഇത് തെരേസയായിരുന്നു. ഹം എന്ന് പറയുന്നത് ഒരു ഹമ്മിങ് ആണ് കേട്ടോ. നോ, വാട്ട് ഇസ് ഇറ്റ്? ഇല്ല, എന്തായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ആസ്ക് യു സർ ടു റൈറ്റ് മീ അനദർ ലെറ്റർ. ഞാൻ നിന്നോട് ചോദിക്കാൻ വരുമായിരുന്നു, നീ എനിക്ക് മറ്റൊരു ലെറ്റർ കൂടി എഴുതി തരാമോ? വെരി വെൽ, ടു ബോലസ്. അപ്പോൾ ഇയാൾ മറുപടി പറയാണ്, ഓ ശരി, ബോലസിനാണോ ചോദിക്കുകയാണ്. നോ, ദിസ് ടൈം ഇറ്റ്സ് ഫ്രം ഹിം. അല്ല, ഇത്തവണ അയാളിൽ നിന്നാണ്. വാട്ട്? എന്ത്? സ്റ്റുപ്പിഡ് ദാറ്റ് ഐ എം. ഇറ്റ്സ് നോട്ട് ഫോർ മീ മിസ്റ്റർ സ്റ്റുഡൻറ്റ്. എന്തൊരു മണ്ടിയാണ് ഞാൻ. ഇത് എനിക്കുള്ളതല്ല മിസ്റ്റർ സ്റ്റുഡൻറ്റ്. ഐ ബെഗ് യുവർ പാർഡൺ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഫോർ എ ഫ്രണ്ട് ഓഫ് മൈൻ, ദാറ്റ്സ് ടു സേ. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നോട്ട് എ ഫ്രണ്ട് ബട്ട് എൻ അക്വൻറ്റൻസ്, എ മാൻ. എൻ്റെ സുഹൃത്തല്ല, പക്ഷെ ഒരു പരിചയക്കാരനാണ്. ഹി ഹാസ് എ സ്വീറ്റ് ഹാർട്ട് ജസ്റ്റ് ലൈക്ക് മീ ഹിയർ, അനദർ തെരേസ. അയാൾക്കിവിടെ എന്നെപ്പോലെ ഒരു കാമുകിയുണ്ട്, മറ്റൊരു തെരേസ ഉണ്ട് ഇവിടെ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അതാണ്. വിൽ യു സർ റൈറ്റ് എ ലെറ്റർ ടു ദിസ് തെരേസ? സർ, നിങ്ങൾ ആ കത്ത് എഴുതാമോ? ആ ഒരു തെരേസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കത്തെഴുതാമോ? ഐ ലുക്ക്ഡ് അറ്റ് ഹർ. ഞാൻ അവളെ നോക്കി. ഹെർ ഫേസ് വാസ് ട്രബിൾഡ്. അവളുടെ മുഖം ബുദ്ധിമുട്ടിലായിരുന്നു, ടെൻഷനിലായിരുന്നു, ഒരു പ്രയാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹെർ ഫിംഗേഴ്സ് വേർ ട്രംബ്ലിങ്. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഐ വാസ് എ ബിറ്റ് ഫോഗ്ഡ് അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഐ ഗെസ്ഡ് ഹൗ ഇറ്റ് വാസ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഫോഗ്ഡ്, കൺഫ്യൂസ്ഡ് ആയിരുന്നു. തുടക്കത്തിൽ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയി. ആൻഡ് ദെൻ ഐ ഗെസ്ഡ് ഹൗ ഇറ്റ് വാസ്. പിന്നെ ഞാൻ ഗസ് ചെയ്തു, ഊഹിച്ചു ഇതെന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ലുക്ക് ഹിയർ മൈ ലേഡി, ഐ സെഡ്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ സ്ത്രീയെ. ദർ ആർ നോ ബോലസ് ഓർ തെരേസാസ് അറ്റ് ഓൾ. ഒരു ബോലസും ഒരു തെരേസയും ഇല്ല. ആൻഡ് യു ഹാവ് ബീൻ ടെല്ലിങ് മീ എ പാക്ക് ഓഫ് ലൈസ്. നിങ്ങൾ എന്നോട് വെറും കള്ളാണ് പറയുന്നത്. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്. ഡോണ്ട് യു കം ഫൂളിങ് അറൗണ്ട് മീ എനി ലോങ്ങർ. ഇനി നിങ്ങൾ എന്നോട് കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കേണ്ട. നിങ്ങൾ എന്നെ ഒരു മണ്ടനാക്കാൻ വേണ്ടി നോക്കണ്ട, കബളിപ്പിക്കേണ്ട. ഐ ഹാവ് നോ വിഷ് ടു ബി യുവർ ഫ്രണ്ട് ഓർ അക്വൻറ്റൻസ്. എനിക്ക് നിങ്ങളുടെ പരിചയക്കാരനാകാനോ ആവാനോ ഒരു താല്പര്യവുമില്ല. ഓ യോ യങ് മാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യുവാവായ, നിങ്ങളുടെ ചെറുപ്പക്കാരനാവാനും എനിക്ക് ഒരു താല്പര്യവുമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതല്പം ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അതായത് ഇവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള വരവ് കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ വിചാരിക്കുന്നത് അയാളുമായിട്ട് കമ്പനി ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ കള്ളമാണെന്ന് കരുതിയിട്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. ആൻഡ് സഡൻലി ഷി ഗ്രൂ സ്ട്രേഞ്ച്ലി ടെറിഫൈഡ് ആൻഡ് ഡിസ്ട്രോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ടെറിഫൈഡ്, പേടിച്ചു പോയി, ഞെട്ടി, ആൻഡ് ഡിസ്ട്രോട്ട്, നിരാശയിലായിരുന്നു. ഷി ബിഗാൻ ടു ഷിഫ്റ്റ് ഫ്രം ഫൂട്ട് ടു ഫൂട്ട് വിതൗട്ട് മൂവിങ് ഫ്രം ദ പ്ലേസ്. അവൾ ഇങ്ങനെ സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അവളുടെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ടായിരുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടും പോകുന്നില്ല, പക്ഷെ കാലിങ്ങനെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സ്പ്ലറ്റേർഡ് കോമിക്കലി. സ്പ്ലറ്റർ എന്ന് പറഞ്ഞാൽ ഇടറി ഇടറി സംസാരിക്കുക. കോമിക്കലി പരിഹാസ്യ രൂപേണേ. ആസ് ഇഫ് ഷീ വാണ്ടഡ് ടു സേ സംതിങ് ആൻഡ് കുഡൻറ്റ്. അവൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ഐ വെയിറ്റഡ് സീ വാട്ട് വുഡ് കം ഓഫ് ഓൾ ദിസ്. അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഞാനിങ്ങനെ കാത്തിരുന്നു. ആൻഡ് സം ഹൗ ഐ ബിഗാൻ ടു തിങ്ക് ദാറ്റ് ഐ ഹാഡ് മിസ്ജഡ്ഡ് ഹർ എ ലിറ്റിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ് വാസ് എവിഡൻ്റ്ലി സംതിങ് വെരി ഡിഫറെൻറ്റ്. ഇത് ശരിക്കും വ്യത്യസ്തമായ ഒന്നാണ്. ഇതിങ്ങനെയൊന്നുമല്ല, തികച്ചും ഇത് ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. മിസ്റ്റർ സ്റ്റുഡൻറ്റ്, ഷി ബിഗാൻ, ആൻഡ് സഡൻലി വേവിങ് ഹെർ ഹാൻഡ് ഷി ടേൺഡ് അബ്രപ്റ്റ്ലി ടുവാർഡ്സ് ദ ഡോർ ആൻഡ് വെൻറ്റ് ഔട്ട്. മിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആരംഭിച്ചു. എന്നിട്ട് സഡൻലി വേവിങ് ഹെർ ഹാൻഡ്, അവളുടെ കൈ
വീശി കാണിച്ചുകൊണ്ട് ഷി ടേൺ അബ്രപ്റ്റ്ലി ടുവാർഡ്സ് ദ ഡോർ. അവൾ ഡോറിനരികിലേക്ക് പെട്ടെന്ന് അബ്രപ്റ്റ്ലി പോയി ആൻഡ് വെൻറ്റ് ഔട്ട്. എന്നിട്ട് പുറത്തോട്ട് പോയി. ഐ റിമൈൻഡഡ് വിത്ത് എ വെരി അൺപ്ലസൻറ്റ് ഫീലിംഗ് ഇൻ മൈ മൈൻഡ്. അപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ അസ്വസ്ഥത ഫീൽ ചെയ്തു. ഐ ലിസൺഡ്. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ കേട്ടു. ഹെർ ഡോർ വാസ് ഫ്ലങ് ഓപ്പൺ വയലൻ്റ്ലി ആൻഡ് ദെൻ സ്ലാം ഷട്ട്. അവൾ അവളുടെ റൂമിലേക്ക് പോയിട്ട് ഡോറ് വലിച്ചു തുറന്നത് വലിച്ചടക്കിയാണ്. ഐ തോട്ട് ഇറ്റ് ഓവർ ആൻഡ് റിസോൾവ് ടു ഗോ ടു ഹെർ. എനിക്ക് തോന്നി അവളുടെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം, സോൾവ് ചെയ്യണമെന്ന് തോന്നി. ഐ ഹാഡ് ഇൻവൈറ്റ് ഹെർ ടു കം ബാക്ക് ഇൻ ഹിയർ ആൻഡ് റൈറ്റ് എവറിത്തിങ് ഷീ വാണ്ടഡ്. അപ്പോൾ എനിക്ക് തോന്നി അവളുടെ അടുത്ത് പോയിട്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് അവരുടെ റൂമിലേക്ക് വിളിച്ചിട്ട് അവൾക്ക് വേണ്ട എല്ലാം എഴുതി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഐ എൻറ്റേർഡ് ഹെർ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിച്ചു. ഷി വാസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. അവൾ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ലീനിങ് ഓൺ ഹെർ എൽബോസ് വിത്ത് ഹെർ ഹെഡ് ഇൻ ഹെർ ഹാൻഡ്സ്. അവൾ ആ ടേബിളിൽ ഇങ്ങനെ മുട്ട് തലക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കൈമുട്ട് ഇങ്ങനെ തലക്ക് ഭാരം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആ ടേബിളിൽ. ലിസൺ ടു മീ ഐ സെഡ്. എന്നെ കേൾക്കൂ, ഞാൻ പറഞ്ഞു. ഷി ലീപ്ഡ് ഫ്രം ഹെർ സീറ്റ്. അവൾ അവളുടെ സീറ്റിൽ നിന്നും കുതിച്ചു എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. കെയിം ടുവാർഡ്സ് മീ വിത്ത് ഫ്ലാഷിംഗ് ഐസ്. എന്നിട്ട് എൻ്റെ അരികിലേക്ക് അവളുടെ തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് വന്നു. ലേയിങ് ഹെർ ഹാൻഡ്സ് ഓൺ മൈ ഷോൾഡേഴ്സ് ഷീ ബിഗാൻ ടു വിസ്പർ. അവളുടെ കൈകൾ എൻ്റെ ഷോൾഡേഴ്സിൽ വെച്ചതിന് ശേഷം അവൾ വിസ്പർ ചെയ്യാൻ, മന്ത്രിക്കാൻ തുടങ്ങി. ലുക്ക് യു നൗ, ഇറ്റ്സ് ലൈക്ക് ദിസ്. നോക്കൂ, ഇത് ഇങ്ങനെയാണ്. ദേഴ്സ് നോ ബോൾസ് അറ്റ് ഓൾ ആൻഡ് ദേഴ്സ് നോ തെരേസ ഐദർ. ഇവിടെ ഒരു ബോൾസും ഇല്ല, അതേപോലെ ഒരു തെരേസയില്ല. ബട്ട് വാട്ട്സ് ദാറ്റ് യു ടു. പക്ഷെ അതിന് നിനക്കെന്താണ്? ഇസ് ഇറ്റ് എ ഹാർഡ് തിങ് ഫോർ യു ടു ഡ്രോ യുവർ പെൻ ഓവർ പേപ്പർ. നിനക്കൊരു പെന്നും എടുത്തിട്ട് പേപ്പറിൽ എഴുതാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? നിനക്ക് അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണോ? ദസ് നോ ബഡി അറ്റ് ഓൾ. ഇവിടെ ആരുമില്ല. നീദർ ബോളസ് നോ തെരേസ, ഓൺലി മീ. ഒരു ബോളസും ഇല്ല, തെരേസ ഇല്ല, ഞാൻ മാത്രമാണുള്ളത്. പാർഡൺ മീ സെഡ് ഐ. എന്നോട് ക്ഷമിക്കൂ, ഞാൻ പറഞ്ഞു. ഓൾ ടുഗെദർ ഫ്ലവർ ഗ്യാസ്റ്റഡ് അറ്റ് ദിസ്. വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? ദോസ് നോ ബോളസ് യു സേ. ഞാൻ ആകെ അമ്പരന്ന് പോയി. ഫ്ലവർ ഗ്യാസ്റ്റഡ്, അമ്പരന്ന് പോയി, ഞെട്ടിപ്പോയി. വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? ഇതൊക്കെ എന്താണ്? ദർസ് നോ ബോളസ് യു സേ. ബോളസ് ഒന്നും ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? നോ, സോ ഇറ്റ് ഈസ്. ഇല്ല, അങ്ങനെ തന്നെയാണ്. ആൻഡ് നോ തെരേസ ഐദർ. അപ്പോൾ തെരേസ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആൻഡ് നോ തെരേസ, ഐ ആം തെരേസ. അതെ, തെരേസ ഒന്നുമില്ല, ഞാനാണ് തെരേസ. ഐ ഡിഡൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അറ്റ് ഓൾ. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഐ ഫിക്സ്ഡ് മൈ ഐസ് അപ്പോൺ ഹെർ. ഞാൻ എൻ്റെ കണ്ണുകൾ അവളിലേക്ക് നോക്കി. ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ടിത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഷീ വെൻറ്റ് അഗെയിൻ ടു ദ ടേബിൾ. പക്ഷെ അവൾ ടേബിളിൻ്റെ അരികിലേക്ക് വീണ്ടും പോയി. സെർച്ച്ഡ് അബൌട്ട് ഫോർ സംതിങ്. എന്തൊക്കെയോ ഇങ്ങനെ തിരയായിരുന്നു. കെയിം ബാക്ക് ടു മീ. എന്നിട്ട് തിരിച്ച് എന്നിലേക്ക് വന്നു. ആൻഡ് സെറ്റ് ഇൻ എൻ ഒഫൻഡഡ് ടോൺ. എന്നിട്ട് എന്നോടൊരു ദേഷ്യത്തിലുള്ള ടോണിൽ സംസാരിച്ചു. ഇഫ് ഇറ്റ് വാസ് സോ ഹാർഡ് ഫോർ യു ടു റൈറ്റ് ടു ബോലസ്, ലുക്ക്, ദർ ഈസ് യുവർ ലെറ്റർ, ടേക്ക് ഇറ്റ്, അതേഴ്സ് വിൽ റൈറ്റ് ഫോർ മീ. നിങ്ങൾക്ക് ബോലസിന് എഴുതാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതാ നിങ്ങളുടെ ലെറ്റർ, എടുത്തോളൂ, വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് എഴുതിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ ആ കത്തുകളൊക്കെ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ അപ്പോഴും ഉണ്ടായിരുന്നു. തെരേസയുടെ കയ്യിൽ അത്രയും കത്തുകളുണ്ടായിരുന്നു. ഐ ലുക്ഡ്. ഇൻ ഹെർ ഹാൻഡ് വാസ് മൈ ലെറ്റർ ടു ബോയ്ലസ് ഫ്യൂ. അപ്പോൾ ഞാൻ കണ്ടു അവളുടെ കയ്യിൽ ഞാൻ ബോയ്ലസിന് എഴുതി കൊടുത്തിരുന്ന ആ ഒരു കത്തുണ്ട്. ഫ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു സൗണ്ടാണ്. ലിസൺ തെരേസ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഓൾ ദിസ്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് തെരേസ? വൈ മസ്റ്റ് യു ഗെറ്റ് അതേഴ്സ് ടു റൈറ്റ് ഫോർ യു വൺ ഐ ഹാവ് ഓൾറെഡി റിട്ടൺ ഇറ്റ് ആൻഡ് യു ഹാവൻ സെൻഡ് ഇറ്റ്? നീ എന്തിനാണ്, ഞാൻ എഴുതിയിരിക്കുക, ഞാൻ നിനക്ക് ഓൾറെഡി കത്ത് എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് എഴുതിയിരിക്കുക, നീ എന്തിനാണ് മറ്റുള്ള ആളുകളെ കത്ത് എഴുതാൻ വേണ്ടി അന്വേഷിക്കുന്നത്? നീ അതെന്താണ് സെൻഡ് ചെയ്യാത്തത്, അയക്കാത്തതെന്ന് ചോദിക്കുകയാണ്. സെൻഡ് ഇറ്റ് വെയർ? എങ്ങോട്ടാണ് അയക്കേണ്ടത്? വൈ ടു ദിസ് ബോലസ്? ഇത് എന്തിനാണ് ബോലസിന് അയക്കേണ്ടത്? ദർ ഈസ് നോ സച്ച് പേഴ്സൺ. അങ്ങനെ ഒരാളില്ല. ഐ അബ്സല്യൂട്ട്ലി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എനിക്കിത് തീർച്ചയായിട്ടും മനസ്സിലായില്ല. ദെൻ ഷീ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ അവൾ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ഈസ് ഇറ്റ്? ഷീ സെഡ്, സ്റ്റിൽ ഒഫൻഡഡ്. ഇത് എന്താണ്? ഷീ സെഡ്, അവൾ പറഞ്ഞു. സ്റ്റിൽ ഒഫൻഡഡ്, ഇപ്പോൾ ഒരു ദേഷ്യത്തോടു കൂടി, ഒരു നീരസത്തോടു കൂടെ പറഞ്ഞു. ദർ ഈസ് നോ സച്ച് പേഴ്സൺ, ഐ ടെൽ യു. അങ്ങനെ ഒരാളില്ല, ഐ ടെൽ യു, ഞാൻ നിന്നോട് പറയുകയാണ്. She extended her arms as if she herself did not understand why there should be no such person. അപ്പോൾ അങ്ങനെ ഒരാളില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് പോലും അറിയാത്ത രീതിയിലാണ് അവളിങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത്. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു ബി ദർ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരാളുണ്ടാകാൻ താല്പര്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒരാളുണ്ടാവണം. ആം ഐ ദെൻ നോട്ട് എ ഹ്യൂമൻ ക്രിയേച്ചർ ലൈക്ക് ദ റെസ്റ്റ് ഓഫ് യു? ഞാനും അത്തരത്തിലൊരു ഹ്യൂമൻ അല്ലേ, മറ്റുള്ളവരെ പോലെ തന്നെ ഇത്തരത്തിലുള്ള വിചാരങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയല്ലേ ഞാനും? യെസ് യെസ്, ഐ നോ ഓഫ് കോഴ്സ്. അതെ അതെ, എനിക്കറിയാം, തീർച്ചയായിട്ടും. യെറ്റ് നോ ഹാം വാസ് ഡൺ ടു എനി വൺ ബൈ മൈ റൈറ്റിംഗ് ടു ഹിം. അപ്പോൾ ഞാൻ ബോളസിൻ്റെ ഇങ്ങനെ എഴുതുന്നതിലൂടെ വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ആർക്കും ഞാനൊരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. പാഡൺ മീ, ടു ഹൂം? ശരി എന്നോട് പൊറുക്കൂ, ആർക്കാണ് കത്തെഴുതേണ്ടത്? ടു ബോലസ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ബോലസിന് തന്നെ.
ബട്ട് ഹി ഡസൻ എക്സിസ്റ്റ്. പക്ഷേ അങ്ങനെ ഒരാളില്ലല്ലോ, നീ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെ ഒരാളില്ലാന്ന്. അപ്പോൾ നമ്മുടെ കഥാനായകൻ ചോദിക്കുകയാണ്, അലാസ് അലാസ് ബട്ട് വാട്ട് ഇഫ് ഹി ഡസൻറ്റ്. അപ്പോൾ അയ്യോ അയ്യോ എന്നിങ്ങനെ പറയാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലോ? ഹി ഡസൻറ്റ് എക്സിസ്റ്റ്, ശരിയാണ് അങ്ങനെ ഒരാളില്ല. ബട്ട് ഹി മൈറ്റ്, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലോ? ഐ റോട്ട് ടു ഹിം, ഞാൻ അയാൾക്ക് വേണ്ടി എഴുതുമായിരുന്നു. ആൻഡ് ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഹി ഡിഡ് എക്സിസ്റ്റ്, അപ്പോൾ അയാൾ ഉള്ളതുപോലെ എനിക്ക് തോന്നും. ആൻഡ് തെരേസ, ദാറ്റ്സ് മീ, അതേപോലെ തെരേസ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഹി റിപ്ലൈസ് ടു മീ, അയാൾ എനിക്ക് തന്നെയാണ് റിപ്ലൈ നൽകുന്നത്. ആൻഡ് ദെൻ ഐ റൈറ്റ് ടു ഹിം അഗെയിൻ, അപ്പോൾ ഞാൻ വീണ്ടും അയാൾക്ക് വേണ്ടി എഴുതും. ഐ അണ്ടർസ്റ്റുഡ് അറ്റ് ലാസ്റ്റ്, അപ്പോൾ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ ഫെൽ സോ സിക്ക്, അപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥത, എനിക്കൊരു രോഗം വന്നതുപോലെ തോന്നി. സോ മിസറബിൾ, വളരെ ദുരിതപൂർണമായൊരവസ്ഥ. സോ അഷെയിംഡ്, വളരെ നാണക്കേടും. സം ഹൗ, എങ്ങനെയൊക്കെയോ. അതായത് ഈ ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് ലജ്ജയും കാര്യങ്ങളൊക്കെ തോന്നി, വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. അലോങ് സൈഡ് ഓഫ് മീ, നോട്ട് 3 yards away, lived a human creature who had nobody in the world to treat her kindly. അപ്പോൾ എനിക്കൊരു 3 അടി അകലെ ഒരു ഹ്യൂമൻ ക്രിയേച്ചർ ഇങ്ങനെ താമസിക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി എലോണായിട്ട്, ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന, പങ്കാളികളില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ത്രീ, ഒരു ഹ്യൂമൻ ബീങ് ഉണ്ട് എന്നുള്ളത് അവർ പറയാണ്. വിത്ത് നോ വൺ ടു ബി അഫെക്ഷനേറ്റ് ടു ഹെർ, അവളോട് ആരും കൂട്ടില്ലാതെ. ദിസ് ഹ്യൂമൻ ബീങ് ഹാഡ് ഇൻവെൻറ്റഡ് ഹെർ ഫ്രണ്ട് ഫോർ ഹെർ സെൽഫ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബീങ്, ഈ ഒരു സ്ത്രീ എന്താണ്, അവർക്ക് വേണ്ടി തന്നെ ഒരു സുഹൃത്തിനെ ഉണ്ടാക്കുകയായിരുന്നു, കണ്ടുപിടിക്കുകയായിരുന്നു. Look now, you wrote me a letter to Bolas and I gave it to someone else to read it to me. ഓക്കെ, അപ്പോൾ നീ എനിക്ക് ബോലസിന് വേണ്ടി കത്തുകൾ എഴുതി തരുന്നു, ഞാനത് മറ്റാർക്കെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആൻഡ് വെൻ ദേ റീഡ് ഇറ്റ് ടു മീ, എന്നിട്ട് അവർ തന്നെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഐ ലിസൺഡ്, ഞാനത് കേൾക്കുകയും. ആൻഡ് ഫാൻസീഡ് ദാറ്റ് ബോലസ് വാസ് ദെയർ. ഫാൻസീഡ്, ഞാനിങ്ങനെ സങ്കല്പിക്കും, ബോലസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ഞാനിങ്ങനെ സങ്കല്പിക്കും. ആൻഡ് ഐ ആസ്ക്ഡ് യു ടു റൈറ്റ് മീ എ ലെറ്റർ ഫ്രം ബോലസ് ടു തെരേസ ദാറ്റ് ഈസ് ടു മീ. അപ്പോൾ ഞാൻ നിന്നോട് തെരേസയ്ക്ക് വേണ്ടി ബോലസിൽ നിന്നൊരു ലെറ്റർ എഴുതാൻ വേണ്ടി പറയുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണ്. വെൻ ദേ റൈറ്റ് സച്ച് എ ലെറ്റർ ഫോർ മീ, അങ്ങനെ അവർ എനിക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ലെറ്റർ അയക്കുമ്പോൾ, ആൻഡ് റീഡ് ഇറ്റ് ടു മീ, ഞാനത് കേൾപ്പിക്കും, വായിച്ച് കേൾപ്പിക്കും. ഐ ഫീൽ ക്വയറ്റ് ഷുവർ ദാറ്റ് ബോലസ് ഈസ് ദർ. അപ്പോൾ എനിക്ക് തികച്ചും അങ്ങനെ ഒരു വ്യക്തി, ബോലസ് എന്ന പേരിലൊരു വ്യക്തി ഉണ്ട്, എന്നെ കേൾക്കുന്ന, എനിക്ക് കൂട്ടായ ഒരു പങ്കാളി ഉണ്ട് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. ആൻഡ് ലൈഫ് ഗ്രോസ് ഈസിയർ ഫോർ മീ, അപ്പോൾ എൻ്റെ ജീവിതം കുറേ കൂടെയൊക്കെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. Take you for a blockhead, I said. Take you for a blockhead, said I to myself when I heard this. ഞാനത് കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി, ബ്ലോക്ക് ഹെഡ്, മണ്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. ആൻഡ് thenceforth, regularly twice a week, I wrote a letter to Bolas and an answer from Bolas to Teresa. അങ്ങനെ അതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 തവണ ഐ റോട്ട് എ ലെറ്റർ ടു ബോലസ്, ബോലസിന് ഞാനൊരു കത്തെഴുതി കൊടുക്കും. ആൻഡ് ആൻ ആൻസർ ഫ്രം ബോലസ് ടു തെരേസ, എന്നിട്ട് ബോലസിൽ നിന്നും തെരേസയിലേക്കുള്ള ഒരു ആൻസറും ഞാൻ എഴുതി കൊടുക്കും. ഷീ ഓഫ് കോഴ്സ് ലിസൺ ടു ദം, എന്നിട്ടത് തീർച്ചയായിട്ടും അവളിത് ഇങ്ങനെ കേൾക്കും. ആൻഡ് വെപ്റ്റ് ലൈക്ക് എനിത്തിങ്, എന്നിട്ട് അവളിങ്ങനെ അത് കേട്ടിട്ട് കരയും. ഷീ റോർഡ്, അവളിങ്ങനെ മുരളും. ഐ ഷുഡ് സേ വിത്ത് ഹെർ ബാസ് വോയിസ്, അവളുടെ ഭയങ്കരമായിട്ടുള്ള ആ ശബ്ദം അല്ലേ, ഒരു പുരുഷൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബാസ് വോയിസ് വെച്ചിട്ട് അവൾ എല്ലാ ഇമോഷൻസും അവളിങ്ങനെ കരഞ്ഞു തീർക്കും. ആൻഡ് ഇൻ റിട്ടേൺ ഫോർ മൈ സർവീസ്, അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഷി ബിഗാൻ ടു മെൻഡ് ദ ഹോൾസ് ഐ ഹാഡ് ഇൻ മൈ സോക്സ്, അപ്പോൾ ഞാൻ നൽകുന്ന സേവനത്തിന് പകരമായിട്ട് അവൾ എനിക്ക് എൻ്റെ ഡ്രസ്സിലും ഷർട്ട്സിലും സോക്സിലും ഒക്കെയുള്ള ഹോൾസ് കാര്യങ്ങളൊക്കെ അവരെനിക്കിത് മെൻഡ് ചെയ്ത് തരും, നന്നാക്കി തരും. ഓക്കെ, 3 months later she was thrown into prison for some reason or the other and by now she must surely be dead. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം അവൾ എന്തോ ഒരു കുറ്റത്തിന് അവളെ ജയിലിലാക്കി. ഓക്കെ, പ്രിസൺ കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് ഒരു കുറ്റം ആരോപിച്ചിട്ട് അവളെ ജയിലിലാക്കി, എന്തോ ഒരു കാരണം കൊണ്ട്. ആൻഡ് ബൈ നൗ ഷീ മസ്റ്റ് ഷുവർലി ബി ഡെഡ്, അങ്ങനെ ഇപ്പോൾ ഒക്കെ അവരെന്തായാലും മരിച്ചിട്ടുണ്ടാവും. മൈ അക്വിൻറ്റൻസ് shook the ash from his cigarette, looked pensively up at the sky and thus concluded. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞിരുന്നത് എൻ്റെ ഒരു പരിചയക്കാരൻ, എൻ്റെ ഒരു കമ്പനിക്കാരനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം ഇതിങ്ങനെ പറയുമ്പോൾ ഷുക്ക് ദ ആഷ് ഫ്രം ഹിസ് സിഗരറ്റ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിഗരറ്റിൽ നിന്നുള്ള ചാരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട്, ലുക്ഡ് പെൻസീവ്ലി അപ്പ് അറ്റ് ദി സ്കൈ, ആകാശത്തേക്ക് ഇങ്ങനെ ചിന്താധീനനായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ആൻഡ് ദിസ് കൺക്ലൂഡഡ്, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു. വെൽ ദ മോർ എ ഹ്യൂമൻ ക്രിയേച്ചർ ഹാസ് ടേസ്റ്റഡ് ഓഫ് ബിറ്റർ തിങ്സ് ദ മോർ ഇറ്റ് ഹങ്കേഴ്സ് ആഫ്റ്റർ ദ സ്വീറ്റ് തിങ്സ് ഓഫ് ലൈഫ്. ശരി, അപ്പോൾ ഒരു ഹ്യൂമൻ ക്രിയേച്ചർ എത്രത്തോളം കയ്പ്പ് ടേസ്റ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അയാൾക്ക് ലൈഫിൽ എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നോ, അത്രയും ദ മോർ ഇറ്റ് ഹങ്കേഴ്സ് ആഫ്റ്റർ ദ സ്വീറ്റ് തിങ്സ് ഓഫ് ലൈഫ്, അപ്പോൾ ജീവിതത്തിൽ
അയാൾ എത്രത്തോളം കയ്പ്പ് അനുഭവിച്ചോ അത്രയും സ്വീറ്റിന് വേണ്ടി അയാൾ ആഗ്രഹിക്കും, വിശക്കും. And we wrapped in the rags of our riches, regard others through the mist of our self-sufficiency. നമ്മൾ നന്മകളുടെ വിർച്ചസ് എന്ന് പറഞ്ഞാൽ നന്മകളുടെ റാഗ്സ്, പഴന്തുണികൾ റാപ്ഡ് പൊതിയുന്നു, റിഗാർഡ് അതേഴ്സ് ത്രൂ ദ മിസ്റ്റ് ഓഫ് അവർ സെൽഫ് സഫിഷ്യൻസി. എന്നിട്ട് നമ്മൾ മറ്റുള്ള ആളുകളെ കാണുന്നത് നമ്മുടെ സ്വയം പര്യാപ്തതയിലൂടെയുള്ള നല്ല മഞ്ഞിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത്. കൺവിൻസ്ഡ് ഓഫ് അവർ റൈറ്റസ്നെസ്, നമ്മൾ നമ്മുടെ തന്നെ നന്മകളിലാണ് കൺവിൻസ്ഡ് ആയിരിക്കുന്നത്. വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, നമുക്കിതൊരിക്കലും മനസ്സിലാവില്ല. അതായത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും ശരി, നമ്മൾ മറ്റുള്ള ആളുകളെ പലപ്പോഴും ഒരു മൂടൽ മഞ്ഞിലൂടെയാണ് കാണുന്നത്. അഥവാ നമ്മൾ എന്താണ് അവരെ പറ്റി വിചാരിക്കുന്നത് അതാണ് ശരി എന്നാണ് നമ്മൾ കരുതുന്നത്. ആൻഡ് ദ ഹോൾ തിങ് ടേൺസ് ഔട്ട് പ്രെറ്റി സ്റ്റുപ്പിഡ്ലി ആൻഡ് വെരി ക്രൂലി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഒരാളെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് തികച്ചും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു മണ്ടത്തരമായ കാര്യവും ഇത് ക്രൂരമായൊരു കാര്യം കൂടെയാണ്. ബട്ട് ഇനഫ് ഓഫ് ദിസ്, ഇറ്റ്സ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. ഇതൊരു കുന്നിനെ പോലെ പഴയ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പഴയതായിട്ടുള്ള ഒരു പഴമ തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം. അതായത് മറ്റൊരാളെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുക. സോ ഓൾഡ് ദാറ്റ് ഇറ്റ് ഈസ് ഷെയിം ടു സ്പീക്ക് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണ്. വെരി ഓൾഡ് ഇൻഡീഡ്, വളരെ വളരെ പഴക്കം ചെന്നത് ഇൻഡീഡ് യഥാർത്ഥത്തിൽ. യെസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. യെസ്, അത് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നതല്ല യാഥാർത്ഥ്യം. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒരാളെ മിസ്ജഡ്ജ് ചെയ്യാറുണ്ട്, മിസ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ വലിയൊരു ക്രൂവാലിറ്റി തന്നെയാണ്. അതിൻ്റെയൊക്കെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.